ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ണൂറുകാരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ കണ്ണൂരിൻ്റേത് മാത്രമായിട്ടുള്ള കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളെ ഈ കായ്പോള. ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴുത്ത പഴമാണ്, നേന്ത്രപ്പഴം. ഞാനിതൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് 4ആയിട്ട് കീറി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അത് അവിടെ നമ്മൾ ചൂട് ആറാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പാത്രത്തിലൊരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ പശുവും പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വാട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള പഴവും മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസിൽ വെച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നെയ്യ് വരട്ടണം. പാനിൽ ഒന്ന് നെയ്യ് വരട്ടിയിട്ട് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ അടിപൊളി കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തണമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.